രാവിലത്തെ വെയിൽ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. കണ്ടോ? മഞ്ഞൊക്കെ നല്ല കെട്ടി കിടക്കുന്നുണ്ട്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണുന്ന പോലെയായിരുന്നു പുറത്തെ കാഴ്ചകൾ. ഒരു പച്ചപ്പ് പോലും ഇല്ലായിരുന്നേ. അപ്പം ദാണ്ടെ അപ്പുറത്തൊരു പച്ചക്കാറ് കണ്ടത്. കണ്ടില്ലേ? ഇത് വീടിൻ്റെ ഡ്രൈവേ ആണ്. ഡ്രൈവേ പിന്നെ നമുക്ക് എപ്പോഴായാലും ക്ലീൻ ആക്കി ഇടണമല്ലോ. കാറ് വരും പോവും ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇത് വീടിൻ്റെ പുറത്താണ്. റോഡിൻ്റെ സൈഡിൽ ഫുള്ള് മഞ്ഞെല്ലാം കൂട്ടിയിട്ടേക്കുക. റോഡിലത്തെ സ്നോ ഒക്കെ സൈഡിലായിട്ടിടും. ഇത് വോക്ക് വേ ആണ്. വോക്ക് വേ പിന്നെ ആൾക്കാർക്ക് നടന്നു പോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടി അതൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പുണ്ട്, ഒരു കല്ലിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അവിടെ കല്ലുണ്ടെന്ന് വിചാരിച്ചിട്ട് കാലിറക്കി വെച്ചതാണ്. മഞ്ഞത്ത് കാണുന്നില്ലല്ലോ കല്ല് എവിടെയാന്ന്. അങ്ങനെ കാലിറക്കി വെച്ചപ്പോൾ കാല് നേരെ ഉള്ളിലോട്ട് പോയി. കണ്ടില്ലേ? അങ്ങനെ അടുത്ത കാലും മെല്ലെ ഇറക്കി വെച്ചു. കണ്ടോ? ഇത്രയും ഡെപ്ത് ഉണ്ട് കേട്ടോ മഞ്ഞ്. അത്ര കട്ടിക്കാണ് കിടക്കുന്നത്. നമ്മളീ പെൻഗ്വിൻസൊക്കെ നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെ അവസ്ഥ. ബൂട്ട്സിൻ്റെ ഉള്ളിലൊക്കെ സ്നോ ഒക്കെ കയറിയിട്ടുണ്ട്. കാലൊക്കെ തണുക്കാൻ തുടങ്ങി. ഇത് വീടിൻ്റെ ഫ്രണ്ടിലത്തെ ലോണാണ്. അപ്പുറത്തെ ഡ്രൈവേ ക്ലീൻ ആക്കിയപ്പോൾ അവിടുത്തെ മഞ്ഞെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കുന്ന് പോലെയായി സ്നോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അധികം പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഇവിടെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു കാൽപ്പാടുകൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഈ കാൽപ്പാടുകൾ? അത് റക്കൂൺ എന്ന് പറഞ്ഞൊരു ആനിമലുണ്ട്. അത് രാത്രി നമ്മുടെ വീട്ടിലത്തെ ഗാർബേജൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗാർബേജ് ബിന്നിൻ്റെ അവിടേക്കൊക്കെ വരും. കണ്ടോ? ഇത് വീടിൻ്റെ സൈഡിലാണ്. വീടിൻ്റെ സൈഡിലത്തെ മഞ്ഞൊക്കെ കൂട്ടിയിട്ടപ്പോൾ ഇതാണ് ആ റക്കൂണ്. ആ റക്കൂണിൻ്റെ കാൽപ്പാടുകളാണ് ഇവിടെയൊക്കെ കാണുന്നത്. കണ്ടില്ലേ? നമ്മളകത്ത് കയറുമ്പോൾ അവൻ പുറത്തിറങ്ങും രാത്രി. അങ്ങനെ ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറി. ബൂട്ട്സിൻ്റെ അകത്തൊക്കെ സ്നോ പോയിട്ടുണ്ട്. കാലൊക്കെ തണുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതൊക്കെ ഊരിക്കളഞ്ഞു. കണ്ടില്ലേ? ഡ്രസ്സൊക്കെ ഫുള്ള് സ്നോ ആയിട്ടുണ്ട്.